നിന്ന് അഭിനയ രംഗത്തേക്ക് എത്തിയ ആളാണ് ഷിയാസ് കരീം. പിന്നീട് ബിഗ് ബോസ് മലയാളം സീസൺ 1 മത്സരാർത്ഥിയായി എത്തിയതോടെയാണ് ഷിയാസിനെ കൂടുതൽ പേർക്കും സുപരിചിതമാകുന്നത്. ശേഷം വിവിധ ടെലിവിഷൻ ഷോകളിലും ഷിയാസ് നിറസാന്നിധ്യമായി. 2023 സെപ്റ്റംബറിലായിരുന്നു ഷിയാസിന്റെ വിവാഹ നിശ്ചയം. ഇതിന്റെ ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഏതാനും നാളുകൾക്ക് മുൻപ് ഷിയാസിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്ന് ഈ ഫോട്ടോകളെല്ലാം ഡിലീറ്റ് ആക്കുകയും ചെയ്തു. ഇതോടെ വിവാഹം മുടങ്ങിയെന്ന തരത്തിൽ പല പ്രചരണങ്ങളും നടന്നിരുന്നു. ഈ അവസരത്തിൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഷിയാസ്. വിവാഹത്തെപ്പറ്റി ഭീകരമായി സംസാരിക്കാനൊന്നും എനിക്കറിയില്ല. കല്യാണമുണ്ടാകും. നിശ്ചയിച്ച പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കണമെന്ന് നമുക്ക് നിയമമൊന്നുമില്ലല്ലോ. എന്തായാലും ഞാൻ കല്യാണം കഴിക്കും. നിശ്ചയിച്ച പെൺകുട്ടി റെഡിയാണെങ്കിൽ അവരെ വിവാഹം കഴിക്കും. നാളത്തെ കാര്യം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ വേറൊരാളെ വിവാഹം കഴിക്കും. ചെമ്മീൻ സിനിമയിൽ നടൻ മധുവിനെ പോലെ ബീച്ചിൽ പാട്ടുപാടി നടക്കാൻ എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ശരിയായിട്ടുള്ള ആളെ കിട്ടുമ്പോൾ ഞാൻ എല്ലാവരെയും അറിയിക്കും. ഞാൻ ഫോട്ടോ ഇടണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഇടപെടാൻ ആർക്കും അവകാശമില്ല. എന്തായാലും വിവാഹമുണ്ടാകും. നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെന്നില്ല. അതൊരിക്കലും നടക്കില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ കാര്യങ്ങളെല്ലാം എത്ര എളുപ്പമായേനെ എന്നാണ് ഷിയാസ് കരീം പറയുന്നത്. ഷിയാസിന്റെ വിവാഹ നിശ്ചയ വാർത്തകൾക്കൊപ്പമായിരുന്നു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന പരാതിയും ഉയർന്നത്. ഇത് വലിയ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. നിലവിൽ ഈ കേസ് കോടതിയിൽ നിൽക്കുകയാണ്. ഈ പ്രശ്നമൊക്കെ വന്നപ്പോൾ വിവാഹം നിശ്ചയിച്ച പെൺകുട്ടി തന്നെ വിട്ടിട്ട് പോകുമെന്നാണ് കരുതിയതെന്നും എന്നാൽ തനിക്കൊപ്പം അവൾ കട്ടയ്ക്ക് കൂടെ നിൽക്കുകയായിരുന്നുവെന്നും നേരത്തെ ഷിയാസ് പറഞ്ഞിരുന്നു.